മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക. നിൻ്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക. സദൃശ്യവാക്യം 7:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. മകനെ, ഒരു അപ്പൻ തൻ്റെ മകനോട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം സംഗ്രഹിച്ചു കൊള്ളുവാനാണ് അപ്പൻ പറയുന്നത്. ഈ ദൈവത്തിൻ്റെ വചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മ കേട്ടപ്പോൾ നിൻ്റെ വചനം പോലെ എന്നിൽ ആകട്ടെ എന്ന് പറയുകയും ദൈവത്തിൻ്റെ വചനം അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒരു വിത്തായ വചനം വളർന്ന് ഉദരത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവായി മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. ഗർഭം ധരിച്ച ഒരു സ്ത്രീ എങ്ങനെയാണോ അവളുടെ ഉദരത്തിലുള്ള ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്, അതുപോലെ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റൊരു വാക്യത്തിൽ പറയാണ്, നിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ വചനങ്ങളെ നീ സംഗ്രഹിക്കുക. ഇത് നിൻ്റെ നാവിലുണ്ടായിരിക്കട്ടെ, ഇത് നിൻ്റെ വിരലിന്മേൽ കെട്ടുക. ആദ്യം പറഞ്ഞു, എൻ്റെ വചനങ്ങളെ പ്രമാണിക്കുക. ഈ വചനം അനുസരിച്ചാകട്ടെ നിൻ്റെ പ്രവൃത്തികളെല്ലാം. ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുക, കൈകളെ അഭ്യസിപ്പിക്കുക, കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുക. ഹൃദയത്തിൻ്റെ പലകയിൽ അവയെ എഴുതുക. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ വചനം അന്ത്യകാലത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകമേൽ എഴുതും. ഇതൊരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതത്തിലും എൻ്റെ ഹൃദയത്തിൽ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ പലകയിലും എഴുതണമേ. എൻ്റെ കരങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ, എൻ്റെ നാക്ക് അതനുസരിച്ച് സംസാരിക്കട്ടെ, എൻ്റെ കണ്ണുകൾ അതനുസരിച്ച് നോക്കട്ടെ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ കുടുംബം എല്ലാം വചനത്തിന് അനുസൃതമായിട്ട് മാറട്ടെ. അപ്പോൾ ഞാൻ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും.